ഹലോ, ഓഡിബിൾ ആണോ? ആണ് ഓഡിബിൾ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന് നിങ്ങൾ എല്ലാവരും എക്സാം ക്രാക്ക് ചെയ്തവരാണ്. ഇനി നിങ്ങൾക്കുള്ളത് ഇന്റർവ്യൂ ആണ് അല്ലെ. ഇന്റർവ്യൂ ഡേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വേണ്ടത് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് അനുസരിച്ച് എല്ലാ ടോപ്പിക്കും നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ, നിങ്ങൾ എത്രത്തോളം ഈ ജോലിക്ക് ആപ്റ്റ് ആണ്, ഓരോ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പം അല്ലാതെ നമ്മുടെ സബ്ജക്റ്റ് നോളജ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. നമ്മുടെ സബ്ജക്റ്റ് നോളജ് നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ എക്സാം എഴുതി, അവർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡം ക്ലിയർ ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മുടെ സബ്ജക്റ്റ് നോളജിനെ കുറിച്ച് അവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെ, ആ രീതിയിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സയന്റിഫിക് ഓഫീസറിന്റെ ഇന്റർവ്യൂവിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മുൻപ് സയന്റിഫിക് ഓഫീസർ, ഇപ്പൊ തൊട്ട് മുമ്പത്തെ ജനറൽ ആയിട്ടുള്ള സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞത് കോവിഡിന്റെ സമയത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു പ്രത്യേക കോടതി നിർദ്ദേശമൊക്കെ അനുസരിച്ച് നമുക്ക് ഇന്റർവ്യൂ സെഷൻസ് നടത്താൻ പാടില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പ് നടന്നിരുന്ന ജനറൽ എക്സാമിൽ ക്രാക്ക് ചെയ്തെടുത്തവർക്ക് ഇന്റർവ്യൂ ഇല്ലാതെ തന്നെ അവർ ആ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിന് ശേഷം കുറച്ച് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ രീതിയിൽ ഈ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇന്റർവ്യൂ നടത്തപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ സെഷനിൽ അവർ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം PSC എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു പാനലിൽ PSCയുടെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരാളുണ്ടായിരിക്കും, ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടായിരിക്കും, പിന്നെ ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പം എത്ര പേര് പാനലിലുണ്ടാവും? 3 പേര് മിനിമം ആ പാനലിൽ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏതൊരു PSC എക്സാമിന് പോകുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും മിനിമം അറിയേണ്ടത് നമ്മുടെ ആനുകാലിക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു മിനിമം ഐഡിയ ഉണ്ടായിരിക്കണം. അത് ഏത് തസ്തികയിലേക്ക് വേണ്ടി നമ്മൾ പോവുകയാണെങ്കിലും അങ്ങനെ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള, അതായത് പത്രം എന്നും വായിക്കുക എന്നുള്ളതാണ്. ഒരു വർഷം മുമ്പത്തെ കറണ്ട് അഫെയർ എടുത്ത് വായിക്കാനല്ല പറയുന്നത്. ഇപ്പോഴത്തെ ആനുകാലികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ അന്ന് ഇന്റർവ്യൂവിന് ചെല്ലുന്ന ദിവസത്തെ കാര്യങ്ങളായിരിക്കും പത്രം വായിച്ചോ എന്ന് ചോദിക്കാം, അന്നത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ റീസെന്റ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നടന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചോദിക്കാം. അപ്പം ഒരു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ ഇന്റർവ്യൂവിന് ചോദിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ മുമ്പ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മളോട് താല്പര്യം, ഇപ്പൊ ഫിസിക്സ് ആണ്, ഫിസിക്സിന്റെ ബേസിലാണ് നമ്മൾ അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ബേസിക് പ്രിപ്പറേഷൻ സബ്ജക്റ്റിനെ കുറിച്ച്, ഇപ്പം നമ്മുടെ PG ലെവൽ എക്സാം ആണ്. അപ്പൊ PG ലെവൽ എക്സാമിൽ ഓരോ സബ്ജക്റ്റും എന്താണ് മീൻ ചെയ്യുന്നത്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് നിങ്ങളോട് ഇപ്പം ലഗ്രാഞ്ചിയുടെ ഇക്വേഷൻ എഴുതാൻ പറയുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കുന്നുണ്ടായിരിക്കില്ല. നമ്മുടെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ്: ക്ലാസിക്കൽ മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ, ഇലക്ട്രോണിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റ്മെക്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ, സോളിഡ് സ്റ്റേറ്റ്, ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ, മൈക്രോപ്രൊസസർ, ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ഇത് ഇനി കംപ്ലീറ്റ് സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ എടുത്തു ചോദിക്കുള്ളൂ. അങ്ങനെ എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി പിന്നെയും കൂടുതൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്തിട്ട് ആ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ചിലപ്പോൾ നിങ്ങളോട് ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കാം.
പക്ഷെ ജനറൽ ആയിട്ട് മറ്റ് സബ്ജക്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? സാജൻ സാർ ഇപ്പം നിങ്ങൾക്ക് ഈ നമ്മുടെ സ്ലൈഡ് നിങ്ങൾ നോക്കുക, അതിൽ നമ്മുടെ എക്സാമിന്റെ സിലബസുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സിലബസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കാണും. അപ്പൊ നിങ്ങൾ അതൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ ലേസറിന്റെ ഫുൾ ഫോം എന്താ എന്നൊക്കെ ചോദിക്കാം അല്ലെ, ഫൈബർ ഒപ്റ്റിക്സിന്റെ, അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലേസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഏതൊരാൾക്കും നമ്മുടെ ഫിസിക്സ് ഇത്രയും കാലം PG വരെ പഠിച്ച ഒരാൾക്ക് മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളെ ചോദിക്കുള്ളൂ. അല്ലാതെ നിങ്ങളോട് ഒരു ഇക്വേഷൻ, ലഗ്രാഞ്ചിയുടെ ഇക്വേഷൻ പറയാനോ അങ്ങനെ ഡീപ്പായിട്ട് എഴുതിക്കോ പറയിക്കോ ഒന്നും അങ്ങനെ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസും ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, ആ ഒരു രീതിയിലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. വളരെ ബേസിക് ആയിട്ട് എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചും മിനിമൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ സിലബസ് ഓറിയന്റഡ് ആയിട്ട് കണ്ടന്റുകൾ നിങ്ങളൊന്ന് ഓടിച്ചു വിട്ട് നോക്കാം. അപ്പൊ അതിനകത്ത് ഹൈലൈറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തു തരും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ സബ്ജക്റ്റുകൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ഇൻഡിവിജ്വലി ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക കേട്ടോ. അല്ലാതെ നമ്മൾ ഇനിയിപ്പം മൊത്തം എല്ലാ സബ്ജക്റ്റിനെ കണ്ടന്റുകളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാണ്, ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ട്. അപ്പം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ചെറിയ പ്രിപ്പറേഷൻ നടത്തുക അല്ലേ. ഇപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് ചോദിച്ചു പോകും. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക, ആ സബ്ജക്റ്റ് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ ആ സബ്ജക്റ്റിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ പിന്നെ പിന്നെ അതേപോലെ പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രി ലെവലിൽ PG ലെവലിൽ ഇപ്പം നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം PSCയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഫോമിൻ്റെ ബേസിലാണ് അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ബേസിക് ആയിട്ട് ഇൻ്റർവ്യൂവിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചോദിക്കും അല്ലേ. പൊതുവെ എല്ലാ ഇൻ്റർവ്യൂകളിലും ചോദിക്കുന്നതാണ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ ഈ ഫോം നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കുക, നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ നെയിം ആൻഡ് അഡ്രസ്സ്, നെയിം ഓഫ് പോസ്റ്റ്, അതിൻ്റെ സീരിയൽ നമ്പർ, നെയിം ആൻഡ് അഡ്രസ്സ് കൊടുക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഡിഗ്രിക്ക് ഫിസിക്സ് പഠിച്ചു, അപ്പോൾ നിങ്ങൾ ആ സമയത്തൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഡിഗ്രിക്കും PGക്കും നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകളെ കുറിച്ചൊരു ഗ്രാഹ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് ചിലപ്പം ഇതുപോലുള്ള സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ചോദിക്കും. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ബ്ലാങ്ക് അടിച്ചു പോകരുത്. 2 തവണയും നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതിൻ്റെ കണ്ടന്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം നിങ്ങളോട് ചോദിക്കാം. അപ്പം അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. നിങ്ങളുടെ റിസർച്ച് ഏരിയ എന്തായിരുന്നു എന്നുള്ളത് കറക്റ്റ്. ഇനിയിപ്പോൾ PhD അങ്ങനത്തെ എന്തെങ്കിലും ഹയർ ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേപ്പറുകളെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് നോക്കാം. അടുത്ത് നോക്കിയാൽ ആർ യു കറൻ്റ്ലി എംപ്ലോയിഡ്, അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവരോട് ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ടീച്ചിങ് തസ്തികയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാം. അപ്പോൾ ചിലപ്പോൾ ചിലവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ ചെയ്യുന്നൊരു ജോലി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ സിവിൽ സപ്ലൈസിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക, അതിനേക്കാൾ എന്ത് മേന്മയാണ് ഈ ജോലിക്ക് നിങ്ങൾ കാണുന്നതെന്ന് ചോദിക്കാം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇൻ്റർവ്യൂവിന് ഏതിന് പോയാലും നിങ്ങളുടെ സാലറി ഒരു ഫാക്ടറായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയരുത്. അല്ലാതെ ആ ജോലി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അതിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് അത് എത്രത്തോളം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഒരു ഇന്ന കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പാഷനാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മറുപടികൾ വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി നമ്മുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്ത് പോകരുത്. ഈ രീതിയിൽ വേണം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. ഓക്കെ.
ഇനി പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് അതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ആർ യു കറന്റ് ഇൻക്ലൂഡഡ് ഇൻ എനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ ഒക്യുപ്പേഷനുകൾ മദർ ഫാദർ, അപ്പം ചിലപ്പോൾ ഇപ്പോൾ ഫാദർ കൃഷിക്കാര മീൻസ് ഫാർമർ ആണെന്നൊക്കെ പറഞ്ഞവരോട് മുമ്പ് ഈ നമ്മുടെ എക്സാമിനല്ല അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൃഷിയിൽ താല്പര്യം ഇല്ലാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ഫീൽഡ് എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആ ഫീൽഡ് എടുത്തില്ല, അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു ബേസിക് പ്രിപ്പറേഷൻ നമ്മൾ ഈ കൊടുക്കുന്ന കെ ഫോമിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങളൊരു ബേസിക് പ്രിപ്പറേഷൻ നടത്തണം കേട്ടോ. ഇനി ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ്, ഓക്കെ അതൊന്നുമില്ല. ഈസ് ദെയർ എനി ക്രിമിനൽ ചാർജ്, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യാം. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യുവർ ഹോബീസ്. ഹോബി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഓർക്കരുത് ഞാനിപ്പോൾ റീഡിങ് എഴുതിയില്ലെങ്കിൽ മോശമാണ് അല്ലേ, അങ്ങനെ നിങ്ങൾ ഓർത്തിട്ട് ഏതെങ്കിലും ഒരു ഹോബി എഴുതി വെക്കരുത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു തസ്തികയിലേക്ക് പോകുമ്പോൾ സയൻറ്റിഫിക് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഹോബി ചിലപ്പോൾ എന്തായിരിക്കും, വാച്ചിങ് റീൽസ് എന്നൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് അതിലൊരു അഭിമാനക്കുറവ് തോന്നിയിട്ട് നമ്മൾ റീഡിങ് റൈറ്റിംഗ് എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ റീഡിംഗ് എന്ന് എഴുതി റീഡിങ് നിങ്ങളുടെ ഒരു ശീലമല്ല എന്നുണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കി 2 ചോദ്യം ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ റീഡിങ്ങിൽ ഉള്ളവരല്ല എന്നുള്ളത് അവർക്ക് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വായിച്ച പുസ്തകം ഏതാണെന്ന് ചോദിക്കും, നമ്മൾ ബാല്യകാലസഖി എന്ന് പറയുമ്പോൾ തന്നെ അവർക്കത് ക്ലിയർ ആവും. കാരണം റീഡിങ് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഹോബീസ് എന്താണ് അതിലൊന്നിനും കുറവ് വിചാരിക്കേണ്ട, ആ ഹോബി റൈറ്റ് ആയിട്ട് നിങ്ങൾ പറയുക. ഇനിയിപ്പോൾ നമ്മുടെ ഹോബി ഈ റീൽസ് നോക്കിയിരിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അതിനകത്ത് ഒരു മടിയും വിചാരിക്കരുത്. ഒരു രീതിയിലും നുണ പറയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റാൻഡേർഡ് കൂട്ടാനോ മാർക്ക് കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിനും നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ യുവർ ഇൻട്രസ്റ്റ് പാർട്ടിസിപ്പേഷൻ അച്ചീവ്മെൻറ്റ്, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ അവിടെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് എൻ സി സി കാൻഡിഡേറ്റ് ആണെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ എൻ സി സിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കണം. നിങ്ങളുടെ ഈ കെ ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. സ്പോർട്സ്, നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ മുൻപന്തിയിലുള്ളവരാണെങ്കിൽ ആ സ്പോർട്ടിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. കൾച്ചറൽ ആക്ടിവിറ്റീസിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കെ ഫോമിനെ കുറിച്ച് നല്ല ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. മെൻഷൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇനി 10ാമത്തെ നോക്കിയേ, മെൻഷൻ ബ്രീഫ്ലി അബൌട്ട് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഓഫ് യുവർ ആസ്പിറേഷൻ ടു ബിക്കം എ സിവിൽ സർവൻറ്റ്. അപ്പോൾ ആ ഒരു ജോലിയിലേക്കുള്ള നിങ്ങളുടെ ഒരു താല്പര്യമാണ്. പിന്നെ യുവർ അംബീഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കെ ഫോമിൽ ഫില്ല് ചെയ്യണം. ഈ കെ ഫോമിൽ എന്ത് ഫില്ല് ചെയ്യുന്നോ അതിനെന്ത് രീതിയിൽ മറുചോദ്യം ചോദിച്ചാലും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ കെ ഫോം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നർത്ഥം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇങ്ങോട്ട്? നിങ്ങൾ ഇന്റർവ്യൂവിന് ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് കരുതണ്ട, ഒരു ഇമ്പോർട്ടൻ്റ് കടമ്പ തന്നെയാണ്. പക്ഷെ ഇന്റർവ്യൂവിൽ ഇപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് അതിന് ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വളരെ കറക്റ്റായിട്ട് അവരോട് പറയുക, സോറി സർ, എനിക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത്ര അവയർനെസ് ഇല്ല, അല്ലെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്കൊരു മറുപടി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. മനസ്സിലായോ? പിന്നെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ ഗ്രൂമിങ് വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ വാതിൽ തുറന്ന് കയറുക അല്ലെ, അതിനൊക്കെ ഒരു മാനേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതെല്ലാം ഒരു എന്താ പറയുക, നമ്മൾ എഴുതി പഠിക്കുന്ന പോലെ പഠിച്ചു പോയിട്ട് അവിടെ കിടന്നിട്ട് നമ്മൾ വിഭ്രാന്തിപ്പെടരുത്. ഇപ്പം ചിലപ്പോൾ ചിലർ നമ്മൾ യൂഷ്വലി നമ്മുടെ ശീലം വാതിൽ തുറന്നിട്ട് പോകുന്ന പോലെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അറിയാതെ വാതിൽ തുറന്ന് കുറച്ച് നടന്നപ്പോഴാണ് ഓർത്തത് വാതിൽ അടയ്ക്കണം. അപ്പം തിരിച്ചു പോയി വാതിൽ അടയ്ക്കുക, അന്നേരത്തേക്കും നമുക്ക് ടെൻഷൻ കയറി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഓവർ കെയർ ചെയ്യണ്ട. നോർമലി നിങ്ങൾ പോകുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ ആയിരിക്കില്ല, പുറത്തത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലൊരു ഒരു ഡീസൻസി നമ്മുടെ എല്ലാ ആക്ടിലും ശരിക്കും വരും. ഇപ്പം ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ
അതിൽ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആവുമ്പോൾ അതിനകത്തൊരു വൃത്തി എന്തായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. അപ്പം അതിൽ നിങ്ങൾ ഓവർ കെയർ എടുക്കുമ്പോൾ ചിലവർക്ക് പറ്റുന്ന ഇഷ്യൂസാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഓവർ നിങ്ങൾ സ്ട്രെസ്ഡ് ആവരുത്. അപ്പം ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുക, ഗുഡ് ഈവനിങ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് പറയുക. അപ്പം ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല, അവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കുക. അപ്പം ചിലപ്പോൾ നമ്മൾ ചിരിച്ചേ കാണുകയുള്ളൂ, ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഒന്നും പറഞ്ഞു കാണില്ല. അപ്പം നമ്മൾ മറന്നാലും ചിലപ്പോൾ അവർ ഇങ്ങോട്ട് പറയും ഗുഡ് മോർണിംഗ് അനീറ്റ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാജൻ എന്നൊക്കെ പറയും. അപ്പം ആ സമയത്ത് നമ്മൾ അയ്യോ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അവിടെ തൊട്ട് നമുക്ക് ടെൻഷൻ. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. എന്താണോ നമ്മുടെ മുമ്പിൽ വരുന്ന സിറ്റുവേഷൻ അത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോ കേട്ടോ. ഹലോ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ മറ്റേ ഇന്റർവ്യൂ മെമ്മോ അങ്ങനെ കുറെ കൊണ്ടുപോകണ്ടേ? എന്തൊക്കെയാ കൊണ്ടുപോകേണ്ടതെന്ന്? സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണോ? സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോക്കോ. ആക്ച്വലി നിങ്ങളുടെ വേരിഫിക്കേഷൻ കഴിഞ്ഞവരാണ്, പക്ഷെ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ എന്തൊക്കെ വേരിഫൈ ചെയ്തോ അതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുപോകണം കേട്ടോ. ഇന്റർവ്യൂ മെമ്മോ കൊണ്ടുപോകണം. കെ ഫോം അവിടെ വെച്ച് പൂരിപ്പിക്കാൻ തരും. ആ സമയത്ത് ഇപ്പം ഈ ഫോം ഇല്ലേ, ഇപ്പം നമ്മൾ കാണിച്ച ഫോം അവിടെ നിന്നാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. അത് പൂരിപ്പിച്ചിട്ട് കയ്യിൽ വെക്കുക. അത് അവരുടെ കയ്യിലുണ്ടാവും. നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ ആ ഫോം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. സർട്ടിഫിക്കറ്റ് ഒറിജിനൽ എല്ലാം കൊണ്ടുപോകുന്നതാണ് നല്ലത് കേട്ടോ. കൊണ്ടുപോകണം എല്ലാ ഒറിജിനലും കൊണ്ടുപോകണം. ഓക്കെ. പിന്നെ നമ്മുടെ ഫിസിക്സിന്റെ കാര്യം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നമ്മുടെ കണ്ടന്റുകളെ കുറിച്ച് ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന സബ്ജക്ട് എന്തിനെ ഡീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്തിനെ കുറിച്ചാണ് ആ സബ്ജക്റ്റിൽ പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്സിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അങ്ങനെയുള്ള ഐഡിയകളാണ് നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ഗെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ സബ്ജക്റ്റിനോട്, അതായത് സബ്ജക്റ്റ് അറിഞ്ഞ് പഠിക്കുക, അല്ല നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കുറേ ഇക്വേഷൻ പഠിക്കുന്ന പോലെ അല്ല ഇന്റർവ്യൂവിന് സബ്ജക്റ്റുമായിട്ട് പോകേണ്ടത്. നിങ്ങൾ ഇപ്പം നമ്മൾ മെയിൻ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ഇഫോർട്ടൊന്നും ഇനി ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കണ്ട. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ എന്തെങ്കിലും സബ്ജക്റ്റുമായിട്ട് ചോദിച്ച കാര്യം നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ അറിയില്ലാന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ മാർക്കിനൊന്നും കുറവ് വരില്ല കേട്ടോ. പിന്നെ നമ്മൾ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ ഇവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഉത്തരം അറിയില്ല, അതിൽ നമ്മൾ പാനിക് ആവരുത്, അത് ഡീൽ ചെയ്യുക കറക്റ്റായിട്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ സിറ്റുവേഷനും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഓരോ സിറ്റുവേഷനുകളും റാൻഡം ആയിട്ടാണ് വരുന്നത്, അല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോവുക. അതിൽ എത്രത്തോളം നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആണെന്ന് മാത്രമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മാം, ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഈ ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നതെന്ന് ചോദിച്ചാൽ അതിനെങ്ങനെ പറയാൻ പറ്റും? എന്തായിരിക്കും ഈ ജോബിന്റെ നേച്ചർ? ജോബിന്റെ കറക്റ്റ് ആയിട്ടല്ലേ, എങ്ങനെ നമ്മൾ ഈ സയന്റിഫിക് ഓഫീസറിന് നമ്മൾ വേണമെങ്കിൽ ഒരു ഓൾറെഡി ജോബിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ, എന്താണ് ഈ ജോബ് എന്നുള്ളത്, ജോബ് അതിന്റെ നേച്ചറും കാര്യങ്ങളും ഒക്കെ. ഹലോ, ജോബിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ജോലിയും കിട്ടുന്നത്. നമുക്ക് അവരെപ്പോലെ യൂണിഫോം ഒന്നും ഉണ്ടായിരിക്കുമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പം എന്തെങ്കിലും ക്രൈം സീൻസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പം വേണമെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഈവൻ രാത്രിയാണെങ്കിലും അങ്ങനെ ശനി ഞായർ അങ്ങനെയൊന്നുമില്ല, ഞായറാഴ്ച എല്ലാം പോകേണ്ടി വരും.
അതിന് ടൈം സ്പാനൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ പോകേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ശനി ഞായറൊക്കെ ലീവായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം ക്രൈം സീൻസ് ഒന്നും ഇല്ലാത്ത പക്ഷം നമുക്ക് നമ്മുടെ ഫിസിക്സുകാരാണല്ലോ, നമുക്ക് ഓരോ എക്സ്പെരിമെൻ്റ് ഒക്കെ നമുക്ക് ലാബ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉണ്ട് അവിടെ സ്റ്റേഷനിൽ. ഓരോ ടെസ്റ്റുകളും അനാലിസിസ് ഒക്കെ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതാണ് ഈ ജോബിൻ്റെ ഒരു, നമ്മൾ ഫോറൻസിക് പോലെ തന്നെ അതിന് മണ്ടയിലുള്ള ഒരു പോസ്റ്റാണ് സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഫിസിക്സുകാരാണ്. ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു ഫിസിക്സ് സബ്ജക്റ്റ് എക്സ്പെർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്കൊരു ഫേവറേറ്റ് ടോപ്പിക്ക് നിങ്ങൾ കണ്ടു വെക്കുക. അതിനെപ്പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ BScക്കും MScക്ക് ചെയ്ത പ്രോജക്റ്റ് വർക്കൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പോവുക. എന്താണ് ചെയ്തതെന്നും അതിൻ്റെ ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ എന്തെങ്കിലും റിസർച്ച് എക്സ്പീരിയൻസ്, ഇപ്പോൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്തവരോ എന്തെങ്കിലും പ്രോജക്റ്റ് ഫെലോ ആയിട്ട് വർക്ക് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ MPhil ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ MPhil ചെയ്ത തീസിസ് വർക്കുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനെപ്പറ്റിയൊക്കെ നോക്കിക്കൊണ്ട് പോകണം നിങ്ങൾ. പിന്നെ ഫിസിക്സിൽ ഇപ്പം റീസെൻ്റായിട്ട് നടന്ന ഇതിൽ കൂടുതൽ അഡ്വാൻറ്റേജൊക്കെ എന്തൊക്കെയാണ്, അഡ്വാൻസ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ എന്തെങ്കിലും PhDക്ക് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ടോപ്പിനെ പറ്റി നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം ഫിസിക്സ് നമ്മൾ എന്തായാലും ക്ലിയർ ആക്കണം. പിന്നെ ഒരുപാട് സയൻറ്റിഫിക് ഓഫീസിൽ ഒരുപാട് ചോദിക്കുക, കാരണം നമ്മൾ പുതുതായിട്ട് ചെല്ലുന്ന ഒരു ഫീൽഡാണല്ലോ, അല്ലെങ്കിൽ ഒരു പോസ്റ്റാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒത്തിരി ചോദിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കൂടുതലും ഫിസിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ആ പാർട്ട് നിങ്ങൾ ക്ലിയറാക്കി വെക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റും അതിലെ ടോപ്പിക്കുകൾ നിങ്ങൾ, അതായത് നിങ്ങൾക്കൊരു ഓവറോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് മാത്രം നോക്കിയിട്ട് പോകരുത്. കാരണം അവർ ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ട് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ ഫീൽഡ് നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ഫീൽഡായിട്ട് ചോദിക്കാൻ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ സബ്ജക്റ്റ് പറയുമ്പോൾ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ. അപ്പം നിങ്ങൾക്കൊരു ഓവർ ഐഡിയ നിങ്ങൾ ആ ടോപ്പിക്കോട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഗ്രൂമിങ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പറ്റുവാണെങ്കിൽ ഒരു പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ, ഗേൾസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ പോവുക. പിന്നെന്താ, ബോയ്സ് ആണെങ്കിൽ നിങ്ങളുടേതായ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അറ്റയർ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കളേഴ്സ് പൊതുവെ എല്ലാവരും പറയും ഭയങ്കര ബ്രൈറ്റ് കളറുകളൊന്നും ഇന്റർവ്യൂവിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളുടെ ചോയ്സ് ആണ്, അതിനൊന്നും അല്ല അവിടെ മാർക്ക് ഇടുന്നത്. പക്ഷെ ഓവറോൾ നമ്മൾ നീറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഭയങ്കര കണ്ണി കുത്തുന്ന കളറുകളോ അങ്ങനത്തെ കളറുകളൊന്നും ചൂസ് ചെയ്യാതിരിക്കുന്ന എപ്പോഴും നല്ലത്. കുറച്ച് സട്ടിലായിട്ടുള്ള കളറുകൾ ചൂസ് ചെയ്യുക. നല്ല ഒരു ഗ്രൂമിങ് നന്നായിട്ടിരിക്കണം. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ നമ്മുടെ സൗന്ദര്യം, നമ്മൾ ഒത്തിരി ഒരുങ്ങുക എന്നുള്ളതല്ല, നമ്മൾ നീറ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നെയില് വളർത്തുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഒന്നെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് കീപ്പ് ചെയ്യുക. അതേപോലെ നമ്മളെ മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ ഓക്കെ ആണ്, നീറ്റാണെന്ന് ഫീൽ ചെയ്യുക. അത്രയും കാര്യങ്ങൾ ആ രീതിയിലുള്ള ഗ്രൂമിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഒത്തിരി ഒരുങ്ങി കെട്ടിയും ഇന്റർവ്യൂസിന് പോകരുത് കേട്ടോ. അത്യാവശ്യം പ്ലെയിൻ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെയാണ് ഇന്റർവ്യൂവിന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എല്ലാറ്റിനും ഉപരിയുള്ളത് എന്താണ്, നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. പിന്നെ ബോൾഡായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യുക. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇന്റർവ്യൂ ഒരു ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓർത്ത് ഭയങ്കര ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഈ സമയം തൊട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പത്രം വായിക്കുന്ന ശീലം ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് പത്രം വായിച്ചിരിക്കുക. കാരണം ഒരു PSCയുടെ മെമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ബേസിക് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോണമെന്നില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മുടെ ചുറ്റും എന്താ നടക്കുന്നതെന്നുള്ളത് കേട്ടോ. അത് ഏത് PSC എക്സാമിന് പോകുമ്പോഴും നമുക്ക് വേണ്ടതാണ്. അപ്പം അത് നിങ്ങളൊന്ന് ബിൽഡ് ചെയ്യുക. ഇനിയിപ്പോൾ സമയമുണ്ട്, ജൂലൈ ലാസ്റ്റ് അല്ലേ നിങ്ങളുടെ ഇന്റർവ്യൂ ഡേറ്റ്. അപ്പം അതുവരെ ഉള്ള പത്രങ്ങളും കാര്യങ്ങളും ഒക്കെ, ആരും ഇതിന് പുറകോട്ടിരുന്നുള്ള പത്രമൊന്നും വായിക്കണ്ട. ഇനി മുതലുള്ളതും ആ പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന് പോകുന്ന അന്നത്തെ ഒക്കെ പത്രം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.
ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ അതിന് റിപ്ലൈ തന്നോളാവേ. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ മാം. ഓക്കെ